ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാർക്കറ്റ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ITC എന്ന് പറയുന്ന ഫണ്ടമെൻ്റലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ കമ്പനീനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ITCയുടെ ഫുൾ ഫോം നോക്കുകയാണെങ്കിൽ ഇംപീരിയൽ ടുബാക്കോ കമ്പനി എന്നാണ് പറയുന്നത്. ഓക്കെ, ഇംപീരിയൽ ടുബാക്കോ കമ്പനി. ഓക്കെ, അതിൻ്റെ പേര് പറയുന്നത് പോലെ തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട സോഴ്സ് ഓഫ് ഇൻകം, ആ കമ്പനിയുടെ പ്രധാനപ്പെട്ട സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ടുബാക്കോ പ്രോഡക്ട്സിൽ നിന്നാണ്. അതായത് ടുബാക്കോ പ്രോഡക്ട്സിലെ പ്രമുഖമായിട്ടുള്ള വളരെ എന്താ പറയുക ഇന്ത്യയിലെ പോപ്പുലർ ആയിട്ടുള്ള പല സിഗരറ്റ് ബ്രാൻഡ്സും ITCയുടെ അണ്ടറിൽ വരുന്നതാണ്. ഓക്കെ, വളരെ പ്രീമിയം ക്വാളിറ്റി സിഗരറ്റ് മുതൽ അവർക്ക് മീഡിയം ക്വാളിറ്റി സിഗരറ്റ് വരെ ഉണ്ട്. ഓക്കെ, അത് ഒരുപാട് ആളുകൾ ഇന്ത്യയിലെ റൂറൽ ഇന്ത്യ അല്ലെങ്കിൽ അർബൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്നത് ITCയുടെ സിഗരറ്റ്സ് തന്നെയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അവരുടെ പ്രധാനപ്പെട്ട സിഗരറ്റുകളായ കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ സംസാരിക്കാം. ക്ലാസിക്, ഗോൾഡ് ഫ്ലേക്ക്, നേവി കട്ട്, ബ്രിസ്റ്റോൾ, ഇന്ത്യ കിങ്സ്, ബിൽസ്, അതുപോലെ തന്നെ സീസേഴ്സ്. ഇതൊക്കെ ITCയുടെ അണ്ടറിൽ വരുന്ന ടുബാക്കോ പ്രോഡക്ട്സ് ആണ്. ഓക്കെ, ITC എന്ന് പറയുന്ന കമ്പനിയുടെ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ITCയുടെ ബിസിനസ് മോഡൽസിനെ പറ്റിയിട്ടാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ വീഡിയോ മാക്സിമം മുഴുവനായിട്ടും അതുപോലെ തന്നെ ശ്രദ്ധിച്ചും കാണാൻ വേണ്ടി ശ്രമിക്കുക. ITCയുടെ കമ്പനീനെ പറ്റിയിട്ട് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നതിലൂടെ കിട്ടുമെന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. ഓക്കെ, ITC എൻഡ്യൂറിങ് വാല്യൂ, അതാണ് അതിൻ്റെ മോട്ടോ എന്ന് പറയുന്നത്. ആ കമ്പനിയുടെ ഏത് കമ്പനി എടുത്ത് നോക്കിയാലും നമുക്ക് അതിനൊരു പ്രത്യേകമായിട്ടുള്ള ഒരു മോട്ടോ ഉണ്ടാകും. ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ അതിൻ്റെ മോട്ടോ എന്ന് പറയുന്നത് കണക്റ്റിംഗ് ആസ്പിറേഷൻസ് എന്നാണ്. ഓക്കെ, അതുപോലെ തന്നെ ITCയുടെ കേസിൽ എൻഡ്യൂറിങ് വാല്യൂ, നിലനിൽക്കുന്ന മൂല്യം എന്നാണ് അർത്ഥം വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ITCയുടെ ബിസിനസ് അനാലിസിസ് അല്ലെങ്കിൽ ബിസിനസ് മോഡൽ നമുക്ക് സംസാരിച്ച് തുടങ്ങാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഇതിൽ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സും കുറേ കാര്യങ്ങളും ITCനെ പറ്റിയിട്ട് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പുതിയതായിട്ട് നമ്മുടെ മാർക്കറ്റിൽ വരുന്ന ഒരു ഇൻവെസ്റ്റേഴ്സിന് ITC എന്ത് തരത്തിലുള്ള ബിസിനസ്സാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നടത്തുന്നത്, അതിൻ്റെ സോഴ്സ് ഓഫ് ഇൻകം ഏതൊക്കെ രീതിയിലാണ്, എത്ര പെർസെൻറ്റേജ് അതിൻ്റെ സോഴ്സ് ഓഫ് ഇൻകം അതിന് പല സെക്ടറുകളിൽ നിന്ന് ITCക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ള ഒക്കെ കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഓക്കെ, നിങ്ങളൊരു ട്രേഡറോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്ററോ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബിഗിനേഴ്സ് അല്ലെങ്കിൽ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മൾ ഒരുപാട് എഡ്യൂക്കേഷണൽ കണ്ടന്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. ഇതിനകം തന്നെ നമ്മൾ ഒരുപാട് വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല എങ്കിൽ ഈ വീഡിയോ കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും നമ്മുടെ പ്ലേലിസ്റ്റും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് നോക്കണം. ഓക്കെ, നമ്മുടെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ടിപ്സ് ഫോർ ട്രേഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേലിസ്റ്റ് ആണ്. നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഐ ബട്ടണിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ടു ITC. നമ്മുടെ ITCനെ വളരെ ബേസിക് ആയിട്ടൊന്ന് കീറി മുറിച്ച് പരിശോധിക്കാൻ പോകണം. ഓക്കെ, അബൌട്ട് ITC എന്ന് പറയുന്ന ഇംപീരിയൽ ടുബാക്കോ എന്ന് പറയുന്ന കമ്പനീനെ പറ്റിയിട്ട് ഒരു ചെറിയൊരു അവലോകനം നമ്മൾ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ നൽകുകയാണ്. എസ്റ്റാബ്ലിഷ്ഡ്, സ്ഥാപിച്ചത് 1910. ഓക്കെ, ITC ലിമിറ്റഡ് ഇസ് ഇന്ത്യാസ് അല്ലെങ്കിൽ ഫോർമോസ്റ്റ് പ്രൈവറ്റ് സെക്ടർ കമ്പനി, അതായത് ഏറ്റവും മുൻപന്തിയിൽ ഇന്ത്യയിൽ നിൽക്കുന്ന ഒരു വളരെ ശക്തമായിട്ടുള്ള ഒരു ബ്ലൂ ചിപ്പ് അല്ലെങ്കിൽ ഫണ്ടമെന്റലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ITC എന്ന് പറയുന്നത്. ഓക്കെ, അതിന് കേവലം സിഗരറ്റ് സ്പേസിൽ അതിൻ്റെ മേജർ ചങ്ക് ഓഫ് റവന്യൂ എന്ന് പറയുന്നത് ടുബാക്കോ പ്രൊഡക്ട്സിൽ നിന്ന് ആണെങ്കിൽ കൂടി അത് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള പ്രസൻസ് FMCGയിലുണ്ട്, അതുപോലെ തന്നെ ഹോട്ടൽ ഇൻഡസ്ട്രിയിലുണ്ട്, പേപ്പർ ബോർഡ്സിലുണ്ട്, പാക്കേജിങ്ങിലുണ്ട്, അഗ്രി ബിസിനസ്സിലുണ്ട്. അതുപോലെ തന്നെ ഫൈനലി എന്താ പറയുകയാണെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി IT സെക്ടറിൽ കൂടി അതിന് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള പ്രസൻസ് ഉണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ സുശക്തമായിട്ട് അതിൻ്റെ FMCG ബ്രാൻഡ് ശക്തമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് ITC കമ്പനിയുടെ. ഓക്കെ, ITC സിഗരറ്റ്സ് ഒക്കെ വളരെ ശക്തമായിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള സിഗരറ്റ് ബ്രാൻഡ് ആയതുകൊണ്ട് റൂറൽ ഇന്ത്യയിലൊക്കെ പെനിട്രേറ്റ് ചെയ്യാൻ ITCക്ക് നിഷ്പ്രയാസം അതിൻ്റെ ബ്രാൻഡ് ലോയൽറ്റി കൊണ്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് അതിൻ്റെ വിഷൻ ആണ് പറയുന്നത്. ITCയുടെ വളരെ ശക്തമായിട്ടുള്ള വിഷൻ എന്ന് പറയുന്നത് ടു ക്രിയേറ്റ് എൻഡ്യൂറിങ് വാല്യൂ ഫോർ ദ നേഷൻ ആൻഡ് ഇറ്റ്സ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്.
രാജ്യത്തിന് ഒരു വാല്യൂ, ഒരു മൂല്യം ഉണ്ടാക്കി കൊടുക്കുക, സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ഒരു ശക്തമായിട്ടുള്ള ഒരു മൂല്യം ഉണ്ടാക്കി കൊടുക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാജ്യത്തിന്റെ മൂല്യം, അതായത് അതിന്റെ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്ട്സ്, അതുപോലെ തന്നെ സർവീസ്, അതിന്റെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്, മറ്റ് പല ഡൊണേഷനും ചാരിറ്റി കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ITC വളരെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് സ്ട്രോങ്, ഇതിന്റെയൊക്കെ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണെന്ന് നമുക്ക് നിഷ്പ്രയാസം പറയാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ITCയിലെ വളരെ ശക്തമായിട്ടുള്ള കുറേ ബ്രാൻഡ്സിന്റെ കാര്യങ്ങളാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ നിത്യവും ഉപയോഗിക്കുന്ന ഒരുപാട് ബ്രാൻഡ്സ് ITCയുടെ ആണ് എന്നുള്ള കാര്യം പലപ്പോഴും നിങ്ങൾ അറിയുന്നുണ്ടായിരിക്കില്ല. ഓക്കെ, ആശീർവാദ് ആട്ട, നമ്മളൊക്കെ വീട്ടിൽ ഡെയിലി രാവിലെയും രാത്രിയും ഒക്കെ ഉപയോഗിക്കുന്ന ആശീർവാദ് ആട്ട ITCയുടെ കയ്യിൽ നിന്ന് വരുന്ന ബ്രാൻഡാണ്. ഓക്കെ, നെക്സ്റ്റ് വിവൽ സോപ്പ്, നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പ്. ക്ലാസ്മേറ്റ്, ഇന്ത്യയിലെ ഫോർമോസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും എന്താ പറയുക ക്വാളിറ്റി പ്രീമിയം പ്രൊഡക്റ്റ് ആയിട്ടുള്ള നോട്ട്ബുക്ക് ITC ആണ് ഉൽപ്പാദിപ്പിക്കുന്നത്. നെക്സ്റ്റ് മംഗൾദീപ് അഗർബത്തീസ്, നമ്മളിപ്പം ദൈവത്തിന് പ്രാർത്ഥിക്കണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരു ചന്ദനത്തിരി കത്തിച്ചാൽ കൂടി ITCയുടെ പ്രസൻസ് അവിടെയുണ്ട്. ഓക്കെ, സ്മോൾ മിൻറ്റോ എന്ന് പറയുന്ന എന്താ പറയുക സ്മോൾ സ്വീറ്റ്സ് ഉണ്ട്. സൺഫീസ്റ്റിന്റെ EP ബിസ്ക്കറ്റ്സ് ഒക്കെ ITCയിൽ വരുന്നതാണ്. അതുപോലെ തന്നെ മാച്ച് ബോക്സ്, എയിമിന്റെ മാച്ച് ബോക്സ്, ബിങ്കോ, നമ്മൾ തിയേറ്ററിലും മറ്റു എവിടെയൊക്കെ പോയിട്ട് നമ്മൾ കഴിക്കുന്ന ബിങ്കോ, ലേസിന് കോമ്പറ്റീറ്റർ ആയിട്ടുള്ള ബിങ്കോ ഒക്കെ ITCയുടെ ആണ്. ബി നാച്ചുറൽ ഡ്രിങ്ക്, സാവ്ലോൺ ഹെൽത്ത് സാനിറ്റൈസർ, അതുപോലെ തന്നെ എന്ത് പറയാൻ ക്യാൻഡിമാൻ്റെ സ്വീറ്റ്സ് പോലും ITCയുടെ അണ്ടറിൽ വരുന്നതാണ്. അതായത് ഒരു ഓവറോൾ എല്ലാ മേഖലയിലും ITC ടച്ച് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും. നെക്സ്റ്റ് കീ ബിസിനസ് സെഗ്മെന്റ്സ്, ITCയുടെ വളരെ ശക്തമായിട്ടുള്ള അതിൻ്റെ പ്രധാനപ്പെട്ട കീ ബിസിനസ്സുകളാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അതിലേറ്റവും ആദ്യം വരുന്നത് FMCGയിൽ സിഗരറ്റ് കൂടി ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് ഇൻക്ലൂഡിങ് ഫുഡ്സ്, ഭക്ഷണം വരും, പേഴ്സണൽ കെയർ ഐറ്റംസ് വരും, അതുപോലെ തന്നെ സിഗരറ്റ്സ്, പിന്നെ ലൈഫ് സ്റ്റൈൽ റീറ്റെയിലിംഗ്, അതായത് ദിനംപ്രതി നമുക്ക് എന്തൊക്കെ ആവശ്യമാണോ അതിൽ നിന്നൊക്കെ വരുന്ന അല്ലെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള പല പ്രോഡക്ട്സും നമ്മുടെ ITC ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, അതുപോലെ തന്നെ വിറ്റ് പോകുന്നുണ്ട്. ഓക്കെ, ITCയുടെ കേസിൽ പറയുകയാണെങ്കിൽ അതിൻ്റെ മേജർ ചങ്ക് ഓഫ് റവന്യൂ വരുന്നത് FMCG ആൻഡ് സിഗരറ്റ്സ് ആണ്. അതിൻ്റെ ടോട്ടാലിറ്റി പെർസെൻറ്റേജ് വൈസ് നോക്കുകയാണെങ്കിൽ ഏകദേശം 40% അതിൻ്റെ റവന്യൂ അല്ലെങ്കിൽ വരുമാനം വരുന്നത് ഈ FMCG അല്ലെങ്കിൽ സിഗരറ്റ് ബിസിനസ്സിലൂടെയാണ്. ഓക്കെ, നെക്സ്റ്റ് FMCG അതർ ഇൻക്ലൂഡിങ് ഫുഡ്സ് ആൻഡ് പേഴ്സണൽ കെയർ, അതിൽ നിന്ന് വരുന്നത് 25%, അതുപോലെ തന്നെ ലക്ഷൂറിയസ് ഹോട്ടൽസ് ഒരുപാട് ITCക്ക് ഉണ്ട്, അതിൽ നിന്ന് വരുന്നത് 5% ആണ്. ഓക്കെ, നെക്സ്റ്റ് പേപ്പർ ബോർഡ്സ്, പേപ്പർ ആൻഡ് പാക്കേജിങ്, അതിൽ നിന്ന് വരുന്നത് എന്താണ് 15% ഓഫ് ഇൻകം അതിൽ നിന്നാണ് അവർക്ക് വരുന്നത്. പേപ്പർ ബോർഡ് അല്ലെങ്കിൽ പാക്കേജിങ് പ്രോഡക്ട്സ് എന്നൊക്കെ പറയുന്നത് ഇപ്പം ITC പല ബിസിനസ്സുകൾക്കും അവരുടെ പ്രോഡക്ട്സിന് എന്താ പറയുക കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാർഡ്ബോർഡും അതുപോലെ തന്നെ പാക്കേജിങ് മെറ്റീരിയൽസും ഒക്കെ ITC ആണ് നിർമ്മിച്ചു കൊടുക്കുന്നത്. എന്തിന് പറയുകയാണ് ITC FMCGന്റെ കോമ്പറ്റീറ്ററായ ഹിന്ദുസ്ഥാൻ യൂണിലിവർ അല്ലെങ്കിൽ ബ്രിട്ടാനിയക്ക് പോലും അവരുടെ ബിസ്ക്കറ്റ്സും മറ്റ് പല പ്രോഡക്ട്സും അതുപോലെ തന്നെ കോൾഗേറ്റ് പാൽമോലീവിൻ്റെ നമ്മൾ നിത്യവും ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റിൻ്റെ കവർ പോലും ആരാണ് നിർമ്മിക്കുന്നതെന്ന് ചോദിച്ചാൽ ITC ആണ്. ഓക്കെ, അതുപോലെ തന്നെ ITC സകല മേഖലയിലും അതിൻ്റെ പേപ്പർ ബോർഡ് അല്ലെങ്കിൽ പാക്കേജിങ് എന്താ പറയുക ഇൻഡസ്ട്രി സ്ഥാപിച്ചിട്ടുണ്ട്. മീൻസ് ഇന്ത്യയിലെ ഭൂരിഭാഗം ഓൾമോസ്റ്റ് വളരെ ശക്തമായിട്ടുള്ള കമ്പനീസ് ITCയുടെ കയ്യിൽ നിന്നാണ് അതിൻ്റെ പാക്കേജിങ് മെറ്റീരിയൽസ് ഒക്കെ പർച്ചേസ് ചെയ്യുന്നത്. നെക്സ്റ്റ് അഗ്രി ബിസിനസ് ആണ്. അഗ്രി കമ്മോഡിറ്റി സോഴ്സിങ് ആൻഡ് എക്സ്പോർട്ട്, അതിനെ പറ്റിയിട്ട് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വീഡിയോയിൽ സംസാരിക്കുന്നതാണ്. ഓക്കെ, എന്തിന് നമ്മൾ ഫൈനലായിട്ട് ITC ഇൻഫർമേഷൻ ടെക്നോളജി സെക്ടറിൽ കൂടി കൈകടത്തിയിരിക്കുന്നു. നെക്സ്റ്റ് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഓക്കെ, FMCGയുടെ കേസിൽ പറയുകയാണെങ്കിൽ ഒരുപാട് ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് ITCയുടെ അണ്ടറിൽ വരുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഫുഡ്സ്, ആശീർവാദ് ആട്ട അത് വരുന്നുണ്ട്, സൺഫീസ്റ്റ്, ബിങ്കോ, EP, അതുപോലെ തന്നെ പേഴ്സണൽ കെയറിൻ്റെ കേസിൽ ഫിയാമയുടെ സോപ്പ്, അതുപോലെ തന്നെ വിവലിൻ്റെ സോപ്പൊക്കെ വരുന്നുണ്ട്. നെക്സ്റ്റ് റീറ്റെയിലിങ്ങിൻ്റെ ലൈഫ് സ്റ്റൈൽസ് കേസിൽ ജോൺ പ്ലെയേഴ്സിൻ്റെ ഒക്കെ എന്താ പറയുക ക്ലോത്ത് മെറ്റീരിയൽസും ഒക്കെ ITCക്ക് വരുന്നുണ്ട്. സിഗരറ്റ്സിൻ്റെ ക്ലാസിക്, ഗോൾഡ് ഫ്ലേക്ക്, അതുപോലെ തന്നെ വിൽസ് ഒക്കെ വളരെ ശക്തമായിട്ടുള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ള പ്രീമിയം സിഗരറ്റ്സ് ആണ് ITCയുടെ കയ്യിൽ നിന്ന് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് അതിൻ്റെ സ്ട്രാറ്റജി, എക്സ്റ്റെൻസീവ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്, സ്ട്രോങ് ബ്രാൻഡ് പോർട്ട്ഫോളിയോ ആൻഡ് ഇന്നോവേഷൻ.
അതിന് നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ തന്നെ വളരെ ഓൾഡസ്റ്റ് ആയിട്ടുള്ള കമ്പനിയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ പല ഭാഗങ്ങളിലും പല റൂറൽ ഏരിയാസിലും ITCക്ക് സ്ട്രോങ് പ്രസൻസ് ഉള്ളത് കൊണ്ട് തന്നെ ITC എന്ത് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്താലും അല്ലെങ്കിൽ ഏത് ബിസിനസ് അതിൻ്റെ അണ്ടറിൽ കൊണ്ടുവന്നിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്താലും അല്ലെങ്കിൽ അവർ ഏത് തന്നെ നൂതനമായിട്ടുള്ള പ്രോഡക്റ്റ്സ് ഇറക്കിയാലും അവർക്ക് സ്ട്രോങ് ആയിട്ടുള്ള ബിസിനസ് പ്രസൻസ് പല ഏരിയയിലും ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് നിഷ്പ്രയാസം അവരുടെ പ്രോഡക്റ്റ് സെല്ല് ചെയ്ത് അവർക്ക് പ്രോഫിറ്റ്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് മാർക്കറ്റ് പൊസിഷൻ ആണ്. ലീഡിംഗ് പ്ലെയർ ഇൻ ദ FMCG സെക്ടർ ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിൽ ഇപ്പം ലീഡിംഗ് പ്ലെയർ ആയിട്ടുള്ള FMCG സെക്ടറിലെ ഒരു എന്താ പറയുക കമ്പനീസ് എടുത്ത് നോക്കിയാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹിന്ദുസ്ഥാൻ യൂണിലിവർ വളരെ ശക്തമായിട്ടുള്ള ഒരു FMCG കമ്പനിയാണ് ഇന്ത്യയിലെ. അതിനെയൊക്കെ കോമ്പറ്റീറ്റർ ആയിട്ട് ITCക്ക് ശക്തമായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് ITCയുടെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഡൈവേഴ്സിഫൈഡ് FMCG പ്രസൻസ് ഇന്ത്യയിൽ ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, ബ്രിട്ടാനിയയുടെ കൂടെയും അതുപോലെ തന്നെ നെസ്ല ഇന്ത്യയുടെ കൂടെയൊക്കെ ITCക്ക് ശക്തമായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇമേജസ് ഓഫ് പോപ്പുലർ ITC FMCG പ്രോഡക്റ്റ് ആണ്. നമ്മൾ ഏറ്റവും ഉപയോഗിക്കുന്ന സാധനം തന്നെയാണ്. ഈവൻ ഡാർക്ക് ഫാൻറ്റസി പോലും ITCയുടെ അണ്ടറിൽ വരുന്നതാണ് എന്ന് പറയുമ്പം നിങ്ങൾക്ക് അതിൻ്റെ ഒരു ശക്തമായിട്ടുള്ള ഒരു പ്രസൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഓക്കെ, നെക്സ്റ്റ് ഹോട്ടൽ സെഗ്മെൻറ്റ്. ഹോട്ടൽ സെഗ്മെൻറ്റ് എന്ന് പറയുമ്പം ITC സാധാരണ ഒരു ജസ്റ്റ് ഒരു ഹോട്ടൽ അല്ല. ITCയുടെ വളരെ ശക്തമായിട്ടുള്ള പ്രീമിയം കസ്റ്റമേഴ്സിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് വളരെ എല്ലാവിധ സൗകര്യങ്ങളും കൊടുത്തുകൊണ്ടുള്ള വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഹോട്ടൽസ് ആണ് ITCയുടെ അണ്ടറിൽ വരുന്നത്. അതിൽ ഒരുപാട് പ്രോപ്പർട്ടീസും ഉണ്ട്. ITC ഹോട്ടൽസ് ഉണ്ട്, അതുപോലെ തന്നെ വെൽക്കം ഹോട്ടൽസ് ഉണ്ട്, അതുപോലെ തന്നെ ഫോർച്യൂൺ ഹോട്ടൽസ് ഉണ്ട് ആൻഡ് വെൽക്കം ഹെറിറ്റേജ് ഉണ്ട്. ഇതൊക്കെ ITCയുടെ എന്താ പറയുക ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ആണ്. ഹോട്ടലിൽ പല എന്താ പറയുക ആൾക്കാരെ വെൽക്കം ചെയ്യാൻ അല്ലെങ്കിൽ വളരെ വലിയ ശക്തമായിട്ടുള്ള ബിസിനസ് പേഴ്സണൽസിനൊക്കെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് വെൽക്കം ഹോട്ടലുണ്ട്. അതുപോലെ തന്നെ ഫോർച്യൂൺ വളരെ പ്രീമിയം ലക്ഷൂറിയസ് സർവീസ് കൊടുക്കുന്ന അല്ലെങ്കിൽ അമ്യൂണിറ്റീസ് കൊടുക്കുന്ന ഫോർച്യൂൺ ഹോട്ടൽസ് ഉണ്ട്. അതുപോലെ തന്നെ വെൽക്കം ഹെറിറ്റേജ് ഡിപ്പാർട്ട്മെൻറ്റ് പോലെയുള്ള മറ്റ് ഹോട്ടൽസും ITCക്ക് ഉണ്ട്. ഓക്കെ, ITCയുടെ ഹോട്ടൽസിൻ്റെ കേസിലൊക്കെ സംസാരിക്കുകയാണെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്രീമിയം പ്രസൻസ് ഉള്ള പല ഹോട്ടൽസും ITCക്ക് ഉണ്ട്. അത് ചെന്നൈയിൽ എടുത്ത് നോക്കിയാലും എന്താ പറയുക ഡൽഹിയിൽ എടുത്ത് നോക്കിയാലും ബാംഗ്ലൂരിൽ എടുത്ത് നോക്കിയാലും ഒക്കെ അവർക്ക് സ്ട്രോങ് ആയിട്ടുള്ള പ്രസൻസ് അവരുടെ ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ അവർക്ക് ശക്തമായിട്ടുണ്ട്. ഇപ്പം എന്താ പറയുക ഗ്രാൻഡ് ചോള ഹോട്ടൽ ഇന്ന് എന്താ പറയുക ചെന്നൈയിലുള്ള വളരെ ശക്തമായിട്ടുള്ള വളരെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പ്രീമിയം 5 സ്റ്റാർ ഹോട്ടലാണ് ഗ്രാൻഡ് ചോള ഹോട്ടൽ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ അതിൻ്റെ ഒരു ഇമേജ് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കൊടുത്തിട്ടുണ്ട്. ITCയുടെ ഒരു വ്യാപ്തി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ജസ്റ്റ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. പേപ്പർ ബോർഡ്സ് ആൻഡ് പാക്കേജിംഗ് സെഗ്മെൻറ്റ്. നമ്മൾ നേരത്തെ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഒരുപാട് എന്താ പറയുക പ്രോഡക്ട്സ് ITCയുടെ കയ്യിലുണ്ട്. ഹൈ ക്വാളിറ്റി പേപ്പർ ബോർഡ്സ് ആണ് അവർക്കുള്ളത്. അതായത് ലോ ക്വാളിറ്റിയിലുള്ള ഒരു പ്രോഡക്റ്റ് അല്ല അവർ നിർമ്മിക്കുന്നത്. വളരെ ശക്തമായിട്ടുള്ള വളരെ ഹൈ ക്വാളിറ്റിയിലുള്ള പ്രോഡക്ട്സ് ആണ് ITC നിർമ്മിച്ച് പല ബിസിനസ്സിനും സെർവ് ചെയ്യുന്നത്. ഓക്കെ, സ്പെഷ്യാലിറ്റി പേപ്പേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ പാക്കേജിംഗ് സൊല്യൂഷൻസും ITC പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ITCയുടെ പേപ്പർ ബോർഡ്സ് ഉപയോഗിക്കുന്ന വളരെ ശക്തമായിട്ടുള്ള കമ്പനീസിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ബ്രിട്ടാനിയ, പ്രോക്ടർ ആൻഡ് ഗാംബിൾ എന്നൊക്കെ പറയുന്ന ഒരുപാട് പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഒരുപാട് കമ്പനീസ് ITCയുടെ പാക്കേജിംഗ് സൊല്യൂഷൻസ് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓക്കെ, എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പാക്കേജിംഗ് സൊല്യൂഷനാണ് ITC കൊടുക്കുന്നത്. വേരിയസ് FMCG കമ്പനീസ് ടു മിനിമൈസ് എൻവിറോൺമെൻറ്റൽ ഇമ്പാക്റ്റ്. അതുപോലെ തന്നെ ഫുഡ് ആൻഡ് ബിവറേജ് പ്രോഡക്ട്സിന് ITC പേപ്പർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ പേഴ്സണൽ കെയർ പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഹൈജീൻ പ്രോഡക്ട്സിനൊക്കെ ITC പാക്കേജിംഗ് സൊല്യൂഷൻസ് നൽകുന്നുണ്ട്. നെക്സ്റ്റ് അതിൻ്റെ സസ്റ്റൈനബിലിറ്റി, സുസ്ഥിരതയാണ്. ഫോക്കസ് ഓൺ എക്കോ ഫ്രണ്ട്ലി പ്രോഡക്ട്സ് ആൻഡ് പ്രോസസ്. ഇനി അടുത്ത ഇന്നോവേഷൻ, ഡെവലപ്മെൻറ്റ് ഓഫ് ഇന്നോവേറ്റീവ് ആൻഡ് സസ്റ്റൈനബിൾ പാക്കേജിംഗ് സൊല്യൂഷൻ, മാർക്കറ്റ് പൊസിഷൻ, ലീഡിംഗ് പ്രൊഡ്യൂസർ ഇൻ ഇന്ത്യ. പാക്കേജിംഗ് പ്രോഡക്ട്സിൻ്റെ വളരെ ലീഡിംഗ് പ്രൊഡ്യൂസറാണ് നമ്മുടെ ITC എന്ന് പറയുന്നത്. ITCയുടെ അണ്ടറിൽ വരുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് ക്ലാസ്മേറ്റ് എന്ന് പറയുന്നത്. നമ്മളൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്ന സ്കൂൾ വിദ്യാർത്ഥികളൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത് ITCയുടെ ക്ലാസ്മേറ്റ്സ് ആണ്. ഏകദേശം 1400 കോടിയോളം അല്ലെങ്കിൽ അതിനേക്കാളും മുകളിലാണ് പേപ്പർ ബോർഡ്സ് ആൻഡ് ഇൻഡസ്ട്രിയിൽ നിന്ന് ITCക്ക് ലഭിക്കുന്നത്. നെക്സ്റ്റ് അഗ്രി ബിസിനസ് ആണ്. അതായത് നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ തന്നെ ആശീർവാദ് ആട്ട അല്ലെങ്കിൽ ബി നാച്ചുറലിൻ്റെ ഡ്രിങ്ക്, ഈ സംഭവങ്ങളൊക്കെ അവർക്ക് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നല്ല വീറ്റ് വേണം, ഗോതമ്പ് വേണം. ഈ കൃഷിയും ITC തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ബി നാച്ചുറലിൻ്റെ പ്രോഡക്ട്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ
കൃഷി ആവശ്യമായിട്ട് വരും. ഓക്കെ, അതും ITC അതിൻ്റെ അഗ്രി ബിസിനസ് സെഗ്മെൻറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നെക്സ്റ്റ് ആക്ടിവിറ്റീസ് ആണ് അഗ്രി കമ്മോഡിറ്റീസ് സോഴ്സിങ്, സപ്ലൈ ചെയിൻ ഇൻ്റഗ്രേഷൻ ആൻഡ് എക്സ്പോർട്ട്. അത് ഉൽപ്പാദിപ്പിക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ എക്സ്പോർട്ടും അതിൻ്റെ ഇൻ്റർമീഡിയേറ്റും അതിൻ്റെ ഇടനിലക്കാരും എല്ലാം ITC തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് ഈ ചൗപ്പാലാണ്. ഈ ചൗപ്പാൽ എന്ന് പറഞ്ഞാൽ ITC കൊണ്ടുവന്ന ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവാണ്. അതിൻ്റെ ഫാർമേഴ്സിനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഡിജിറ്റൽ ടൂൾസ് ഫാർമേഴ്സിന് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് മാർക്കറ്റിലെ എന്താ പറയുക, മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, സ്ഥിതി വിവരണ കണക്കുകൾ കാര്യങ്ങളൊക്കെ ITC ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ഇനീഷ്യേറ്റീവിലൂടെ കസ്റ്റമേഴ്സിൽ അല്ലെങ്കിൽ എന്താ പറയുക പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഫാർമേഴ്സിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ ഫാർമേഴ്സിന് അതുപോലെ തന്നെ ഇടനിലക്കാരുടെ കമ്മീഷൻസ് ഇവിടെ ഉണ്ടാകുന്നില്ല. ഡയറക്റ്റ് ITC കമ്പനി ഫാർമേഴ്സിൽ നിന്ന് പ്രോഡക്ട്സ് എന്താ പറയുക നേരിട്ടെടുത്ത് അതുപോലെ തന്നെ ആ കമ്മീഷൻ കട്ടിങ് അവിടെ നടത്തുന്നു. ഓക്കെ, അപ്പം ഫാർമേഴ്സിന് കൂടുതൽ ബെനിഫിറ്റ്സ് ഉണ്ടാക്കി കൊടുക്കുന്നു. സസ്റ്റൈനബിലിറ്റി, എംഫസൈസ് ഓൺ സസ്റ്റൈനബിൾ ആൻഡ് ഇൻക്ലൂസീവ് ഗ്രോത്ത് ഇൻ അഗ്രികൾച്ചർ. ഇമ്പാക്ട്, സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻ ടു റൂറൽ ഡെവലപ്മെൻറ്റ്. ഫാർമേഴ്സിനൊക്കെ വളരെ ശക്തമായിട്ടുള്ള ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ITC ചെയ്യുന്നത് കൊണ്ട് തന്നെ റൂറൽ ഡെവലപ്മെൻറ്റിൽ ശക്തമായിട്ടുള്ള ഒരു പ്രസൻസ് ITCക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇൻഫർമേഷൻ ടെക്നോളജി സെക്ടറിലാണ് നമ്മൾ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ സെഗ്മെൻറ്റ് ITC ഇൻഫോടെക് എന്നാണ് ITCയുടെ ഇൻഫർമേഷൻ ടെക്നോളജി സെക്ടറിൽ വരുന്ന ആ കമ്പനിയുടെ പേര്. ഓക്കെ, IT സർവീസസ് ആൻഡ് സൊല്യൂഷൻ പ്രൊവൈഡർ. ഒരുപാട് സോഫ്റ്റ്വെയർസും അതുപോലെ തന്നെ ബിസിനസ് കൺസൾട്ടൻസി സർവീസൊക്കെ ITC പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സർവീസസ്, ഡിജിറ്റൽ സൊല്യൂഷൻ, കൺസൾട്ടിങ് ആൻഡ് IT സർവീസസ് അക്രോസ് ഇൻഡസ്ട്രീസ്. ഓക്കെ, അതുപോലെ തന്നെ ITC ഇൻഫോടെക് കേവലം ഇന്ത്യയിൽ മാത്രമല്ല ഗ്ലോബലി അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലെവലിൽ കൂടി അതിൻ്റെ സ്ഥാപനം റൺ ചെയ്യുന്നുണ്ട്. ഗ്ലോബൽ പ്രസൻസ്, അതാണ് നമ്മളിവിടെ നേരത്തെ കുറച്ച് മുമ്പ് പറഞ്ഞത്. ഓക്കെ, ഓപ്പറേഷൻസ് ഇൻ മൾട്ടിപ്പിൾ കൺട്രീസ്. ഇന്നോവേഷനിൽ ഫോക്കസ് ഓൺ കട്ടിംഗ് എഡ്ജ് ടെക്നോളജീസ് ആൻഡ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ. അത് ITCയുടെ വളരെ ശക്തമായിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ITC ഏത് സെക്ടറിൽ ബിസിനസ് നടത്തിയാലും അതിനെ വളരെ ഫൈനസ്റ്റ് ആയിട്ട്, അതിനെ വളരെ എന്താ പറയുക, വളരെ ശക്തമായിട്ട് പഠിച്ചുകൊണ്ട് സൊഫിസ്റ്റിക്കേറ്റഡ് ടെക്നോളജി കൊണ്ട് അതിനെ എന്താ പറയുക ശക്തമാക്കിയിട്ടുള്ള രീതിയിലായിരിക്കും അവരുടെ ബിസിനസ് നടത്തുന്നത്. അതിൻ്റെ ഇപ്പോൾ നമ്മൾ ഒരു മേഖല എടുത്താൽ, ഇപ്പോൾ ITCയുടെ FMCG സെക്ടർ എടുത്താലോ അല്ലെങ്കിൽ ടുബാക്കോ സെക്ടർ എടുത്താലോ അല്ലെങ്കിൽ ഇൻഫോടെക് സെക്ടർ എടുത്താലോ അതിന് ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് അവരുടെ ബിസിനസ് റൺ ചെയ്തു കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ, സസ്റ്റൈനബിലിറ്റി ആൻഡ് CSR ഇനീഷ്യേറ്റീവ്സ്. ITC ഒരുപാട് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് വിധേയമായിട്ടുണ്ട്. മീൻസ് ഒരുപാട് ശക്തമായിട്ടുള്ള എൻവിറോൺമെൻറ്റിൽ ചെയ്യാനും അല്ലെങ്കിൽ സമൂഹത്തിന് ITC ചെയ്യുന്ന ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ് ITC നിർണ്ണയിക്കുന്നത്. ഓക്കെ, ഇനീഷ്യേറ്റീവ്, വാട്ടർ കൺസർവേഷൻ, റിന്യൂവബിൾ എനർജി, സോളിഡ് വേസ്റ്റ് റീസൈക്ലിംഗ് ആൻഡ് അഫോറസ്റ്റേഷൻ. മരങ്ങൾ, ഇപ്പം പേപ്പർ ഇൻഡസ്ട്രിയിലാണ് ITC വർക്ക് ചെയ്യുന്നതെങ്കിൽ കൂടി അവർ മരങ്ങൾ വച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഇനീഷ്യേറ്റീവ് ശക്തമായി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ സോളിഡ് ആയിട്ടുള്ള വേസ്റ്റുകൾ അവർ റീസൈക്കിൾ ചെയ്തിട്ട് അവർ വീണ്ടും ബിസിനസ്സിൽ ഉപയോഗിക്കുന്നുണ്ട്. വാട്ടർ കൺസർവേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് വാട്ടർ വളരെ ശക്തമായിട്ട് അതിനെ പല രീതിക്ക് ഉപയോഗിച്ചുകൊണ്ട് വാട്ടർ എന്താ പറയുക ശേഖരിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ലിമിറ്റഡ് ഉപയോഗങ്ങൾ അവർ നടത്താൻ വേണ്ടി ശ്രദ്ധിക്കുന്നുണ്ട്. റിന്യൂവബിൾ എനർജീനെ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോഷ്യൽ ഇമ്പാക്റ്റ്, എഡ്യൂക്കേഷൻ്റെ കേസിൽ അവർ എന്താ പറയുക ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇൻഫാക്ട് നിങ്ങളിപ്പോൾ ഒരു ക്ലാസ്മേറ്റിൻ്റെ ഒരു നോട്ട്ബുക്ക് വാങ്ങിച്ചാൽ അതിൽ 1 രൂപയോ 2 രൂപയോ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കോൺട്രിബ്യൂഷനായിട്ട് ITC കൊടുക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ നോട്ട്ബുക്കിൻ്റെ ബാക്ക് സൈഡിൽ എടുത്ത് വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അത് അവിടെ എഴുതിയിട്ടുള്ളത് കാണാൻ പറ്റും. ഓക്കെ, സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ITC ഒരുപാട് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹെൽത്ത് ആൻഡ് സാനിറ്റേഷന് വേണ്ടി കൊടുക്കുന്നുണ്ട്. വുമൺ എംപവർമെൻറ്റ്, സ്ത്രീ ശാക്തീകരണത്തിനും അവരുടെ ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് ഫണ്ട് നൽകുന്നുണ്ട്. ഓക്കെ, ന്യൂമറസ് അവാർഡ്സ് ഫോർ സസ്റ്റൈനബിലിറ്റി ആൻഡ് CSR. ഒരുപാട് അവാർഡ്സ് ITCക്ക് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് കമ്മിറ്റ്മെൻ്റ് ആണ്. ITC's commitment to creating a positive impact on society and the environment. ഓക്കെ, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് പലർക്കും അറിയില്ല. ഓക്കെ, അത് നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. is when a company takes action to positively impact society and the environment beyond its business operation. അതായത് ഒരു കമ്പനി അതിൻ്റെ ബിസിനസ് ഓപ്പറേഷനിലൂടെ എന്താ പറയുക ഒരുപാട് പണവും കാര്യങ്ങളും അല്ലെങ്കിൽ പ്രോഫിറ്റ് മോട്ടീവായിട്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നതൊക്കെ. അവർക്ക് ഇപ്പം ബിസിനസ് ഓപ്പറേഷനാണ് ഒരു കമ്പനിക്ക് ശരിക്കും ചെയ്യേണ്ടതായിട്ടുള്ള പ്രോഫിറ്റ് മോട്ടീവായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പം അതിന് പുറമെ ഒരു കമ്പനി ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നു. ആ ഇനീഷ്യേറ്റീവ് കൊണ്ട് ഒരു സൊസൈറ്റിക്ക് അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റുപാടുമുള്ള എൻവിറോൺമെൻറ്റിന് ഒരു
പോസിറ്റീവായിട്ടുള്ള ഒരു ഗുണം കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു നല്ലൊരു എന്താ പറയുക പ്രവൃത്തി ഒരു കമ്പനി ചെയ്യുന്നതിലൂടെ അതിൻ്റെ സമൂഹത്തിനും നല്ല കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അതാണ് കോർപ്പറേറ്റീവ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് അതിൻ്റെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് നമുക്ക് ഒന്ന് നോക്കാം. ഓക്കെ, ITCയുടെ കേസിലൊക്കെ പറയുകയാണെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള, വളരെ ബ്ലൂ ചിപ്പ് ആയിട്ടുള്ള സ്റ്റോക്കാണ്. പണ്ട് മുതൽക്കേ നല്ല കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള റിട്ടേൺസ് ITC കൊണ്ടുവരുന്നുണ്ട്. ITCയുടെ ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു എന്താ പറയുക ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഈ സിൻ ടാക്സ് എല്ലാ വർഷവും നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്യും. ഓക്കെ, സിൻ ടാക്സ് മീൻസ് നമ്മളിപ്പം എന്താ പറയുക ഈ ടുബാക്കോയുടെ കേസിൽ അല്ലെങ്കിൽ ആൽക്കഹോളിൻ്റെ കേസിലൊക്കെ ജനങ്ങൾ ഉപയോഗിക്കാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ടാക്സ് വളരെ ശക്തമായിട്ട് കൂട്ടും ഓരോ വർഷവും, അല്ലെങ്കിൽ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് വെച്ച് കൂട്ടും. ഓക്കെ, ഇങ്ങനെ കൂട്ടുമ്പം ITCയുടെ സിഗരറ്റ്സ് അല്ലെങ്കിൽ പ്രോഡക്റ്റ്സ് പല കൺസ്യൂമേഴ്സും ഉപയോഗിക്കാതെ വരും. ഓക്കെ, അപ്പോൾ അവർക്ക് അവരുടെ സെയിൽസ് കുറയുന്നത് വഴി അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റും കുറയും. ഓക്കെ, അത് പല ഇൻവെസ്റ്റേഴ്സിനും ഒരു ഭയമാണ് ITCയിൽ ദീർഘകാലത്തേക്കുള്ള നിക്ഷേപം നടത്തുമ്പം ഉണ്ടാവുന്നത്. ഓക്കെ, പക്ഷേ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ITC അതിൻ്റെ മറ്റ് പല ബിസിനസ് FMCGയിലൊക്കെ വളരെ ശക്തമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തിയിട്ട് ഇതിനെ എന്താ പറയുക ഡൈവേഴ്സിഫൈ ചെയ്തുകൊണ്ട് ITC ശക്തമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഓക്കെ, റവന്യൂ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട് പല സെക്ടേഴ്സിലും. അതുപോലെ തന്നെ സ്ട്രോങ് പ്രോഫിറ്റബിലിറ്റി ഉണ്ട് ITCക്ക്. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, കണ്ടിന്യൂഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ന്യൂ ബിസിനസ് ആൻഡ് ഇന്നോവേഷൻസ്. പല ബിസിനസ്സിലും അതിൻ്റെ ഓരോ ക്വാർട്ടർലി ബേസിസിൽ അല്ലെങ്കിൽ ആനുവൽ ജനറൽ മീറ്റിംഗ് ഒക്കെ കൂടുമ്പം പല ബിസിനസ്സിനെയും ITC പർച്ചേസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ, സാവലോൺ എന്ന് പറയുന്ന ഹെൽത്ത് സാനിറ്റേഷൻ പോലെയുള്ള കമ്പനീസിനെയൊക്കെ ITC പർച്ചേസ് ചെയ്തതാണ്. ഓക്കെ, നെക്സ്റ്റ് മാർക്കറ്റ് പൊസിഷനാണ്. ലീഡിംഗ് പൊസിഷൻ മൾട്ടിപ്പിൾ സെക്ടേഴ്സ്. പല സെക്ടേഴ്സിലും ITCക്ക് പ്രസൻസ് ഉണ്ടെങ്കിലും അതിലൊക്കെ മാർക്കറ്റ് ലീഡർ ആവാൻ വേണ്ടിയിട്ട് ITC വളരെ ശക്തമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ് വളരെ ശക്തമായിട്ടുള്ള യാഥാർത്ഥ്യം. ഓക്കെ, ഇന്ത്യയിലെ ലക്ഷൂറിയസ് ഹോട്ടലിൻ്റെ കേസിലെടുത്ത് നോക്കുകയാണെങ്കിൽ താജ് ഹോട്ടൽസ് ഒക്കെ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ടാറ്റ ഗ്രൂപ്പിൻ്റെ ഇന്ത്യൻ ഹോട്ടൽ കമ്പനീസ് ലിമിറ്റഡ് ഒക്കെ കഴിഞ്ഞാൽ ITC വേണമെങ്കിൽ നമുക്ക് സെക്കൻഡ് പൊസിഷനിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പനിയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ITCയുടെ കേസിൽ 2,90,000-ത്തിലധികം റൂംസ് ITCക്ക് ഇന്ത്യയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് കണക്ക്. ഓക്കെ, 2,90,000 ഏകദേശം 3 ലക്ഷം കടന്നിട്ടുണ്ടാകുമെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് വന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ITCയുടെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ജസ്റ്റ് നമ്മളിവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് നോക്കിയാൽ മനസ്സിലാകും. അതിൻ്റെ റവന്യൂ 2020 52,202 കോടിയായിരുന്നു. 2021 അത് ശക്തമായിട്ട് ഒന്ന് കുറഞ്ഞു. കാരണം കൊറോണയുടെ കേസും മറ്റ് കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ടായിരിക്കാം. 2022 അത് ശക്തമായിട്ട് കൂടുന്നു. 2023 വീണ്ടും കൂടുന്നു. 2024 കൂടുന്നു. ഓക്കെ, അങ്ങനെ പാസ്റ്റ് 5 ഇയേഴ്സിൻ്റെ ഒരു ഇതെടുത്ത് നോക്കിയാൽ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് അതിൻ്റെ റവന്യൂയുടെ കേസിലും കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ എക്സ്പെൻസിൻ്റെ കേസിലും കാണാൻ പറ്റുന്നുണ്ട്. എക്സ്പെൻസ് മീൻസ് ITC എന്താ പറയുക ഒരുപാട് സ്ഥലത്ത് നിക്ഷേപിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് EBITDA ആണ്. ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ്, ടാക്സ്, ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ. ഓക്കെ, അതിനെയൊക്കെ കുറച്ച് ഡിപ്രീസിയേഷനും അമോർട്ടൈസേഷനും അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റും എന്താ പറയുക ടാക്സും, അതായത് ഇതൊക്കെ ഉണ്ടാക്കും. ഓക്കെ, ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് റേറ്റ്, ഡിപ്രീസിയേഷൻ, അമോർട്ടൈസേഷൻ, ഇതൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പുള്ള ഏർണിങ്സ്. ഓക്കെ, അതിനെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ITC 21,734, 19,622, 22,512, 27,767, 29,002. ഓക്കെ, ഇത്രയും ക്രോർസ് ആണ് ഉള്ളത്. അതുപോലെ തന്നെ ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. പ്രോഫിറ്റ് ബിഫോർ ടാക്സും കാണാൻ പറ്റുന്നുണ്ട്. ടാക്സ് കൊടുക്കുന്നതിന് മുമ്പുള്ള പ്രോഫിറ്റ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് നെറ്റ് പ്രോഫിറ്റ് എല്ലാം കുറച്ച് ഈ ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ്, ടാക്സ്, ഡിപ്രീസിയേഷൻ, അമോർട്ടൈസേഷൻ അതുപോലെ തന്നെ ടാക്സും മറ്റു കാര്യങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് ITCക്ക് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടെന്ന് കരുതുന്നു. ഓക്കെ, 2020 അതിന് 15,593 കോടിയാണ്. 2021 കൊറോണയുടെ ഇഷ്യൂ ഒക്കെ കാരണം ജസ്റ്റ് ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ 22, 23, 24 ഒക്കെ ശക്തമായിട്ടുള്ള എന്താ പറയുക പ്രോഫിറ്റ്സ് കമ്പനി ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിനും ശക്തമായിട്ട് നിങ്ങൾക്ക് കുറഞ്ഞു വരുന്നത് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ എന്താ പറയുക അതും കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ട്. ഡിവിഡൻഡ് പെർ ഷെയർ ITC കൺസിസ്റ്റൻ്റ് ആയിട്ട് നല്ല വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള നല്ല ഡിവിഡൻസ് കൊടുക്കുന്ന ഒരു കമ്പനി കൂടിയാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ,
അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ഓക്കെ, നമ്മൾ കൺക്ലൂഷൻ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. ITCയുടെ ജസ്റ്റ് നമ്മൾ ഫൈനലി ഒരു കൺക്ലൂഷൻ ഇവിടെ കൊടുക്കുകയാണ്. ITC's ഡൈവേഴ്സിഫൈഡ് ബിസിനസ് മോഡൽ ആൻഡ് കമ്മിറ്റ്മെൻറ്റ് ടു സസ്റ്റൈനബിലിറ്റി ആൻഡ് ഇന്നോവേഷൻ ഹാവ് മേഡ് ഇറ്റ് വൺ ഓഫ് ഇന്ത്യാസ് ലീഡിങ് കമ്പനീസ്. ഓക്കെ, ഈ പറഞ്ഞ ഇന്നോവേഷനും മറ്റ് പല കാര്യങ്ങളും കൊണ്ട് ഇന്ത്യയിലെ വളരെ ലീഡിങ് ആയിട്ടുള്ള മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണ് ITC. ദ കമ്പനി സ്ട്രോങ് മാർക്കറ്റ് പൊസിഷൻ അക്രോസ് വേരിയസ് സെക്ടർ കണ്ടിന്യൂസ് ടു ഡ്രൈവ് ഇറ്റ്സ് ഗ്രോത്ത് ആൻഡ് സക്സസ്. ഓക്കെ, ഈ ഒരു സ്ട്രോങ് പ്രസൻസ് എല്ലാത്തിൻ്റെയും മുമ്പിൽ, എല്ലാ സെക്ടേഴ്സിൻ്റെയും മുമ്പിൽ നിൽക്കുന്ന ഈ ITCയുടെ ഈ ഒരു എന്താ പറയുക, ഈ ഒരു എബിലിറ്റി തുടർന്നും ശക്തമായിട്ടുണ്ടാകും എന്നുള്ള കാര്യം നമുക്കൊക്കെ ശക്തമായിട്ട് വിശ്വസിക്കാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളെ ഒരു ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ITC എന്ന കമ്പനി നിങ്ങൾ തീർച്ചയായിട്ടും പരിഗണിക്കാവുന്നതാണ്. ഓക്കെ, ജസ്റ്റ് നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് ആയിട്ട് എടുക്കരുത്, എഡ്യൂക്കേഷണൽ പർപ്പസ് ആയിട്ട് മാത്രം എടുക്കുക. ഓക്കെ, അപ്പം thank you for watching. If you found this video helpful, please like, share and subscribe for more helpful insights. Okay, thank you for watching. അപ്പം വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.